നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. സഹനത്തിന്റെ തിരുനാളായ ദുഃഖവെള്ളി ആചരിച്ച ക്രൈസ്തവ ലോകം, ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച ഭക്തി നിർഭര തിരുകർമ്മങ്ങൾ. പീഡാനുഭവ സ്മരണയിൽ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി കുരിശിന്റെ വഴികൾ. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുണ്യദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച ലോക ക്രിസ്ത്യാനികൾ. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ അതിരൂപത മെത്രോപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ചു. 11 അംഗ സെക്രട്ടേറിയറ്റിൽ 2 പുതുമുഖങ്ങൾ. TV ഹരിദാസും M ബാലാജിയും പുതിയ അംഗങ്ങൾ. MM വർഗീസിനെയും മുരളി പെരുന്നെല്ലിയെയും ഒഴിവാക്കി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ തുടരും. ഇടതുമുന്നണി ജില്ലാ കൺവീനറായി PK ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ രോഗിയുമായി വന്നിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസിന്റെ മുൻവശം തകർന്നു. പുത്തൻപള്ളി സ്വദേശി 36-കാരൻ ഇസഹാക്കുമായി എത്തിയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി AC മൊയ്തീൻ MLA. പേരാമംഗലം സെന്ററിൽ കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. പഴയ കുറാഞ്ചേരിയിൽ വീണ്ടും അപകടം. കാറും പെട്ടി ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ പ്രദേശത്തെ മയിൽക്കുറ്റിയും തകർത്തു. 18 ദിനം നീണ്ട ദർശനകാലത്തിന് സമാപനം. ശബരിമല നടയടച്ചു. കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തിയത് 40,963 ഭക്തജനങ്ങൾ. ഈ സീസണിൽ മല കയറിയത് 3 ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ. സന്നിധാനത്ത് പുതിയ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിലവിലെ ഭസ്മക്കുളം നിലനിർത്തും. SSLC പരീക്ഷാഫലം ഇത്തവണ വൈകും. പ്രഖ്യാപനം മെയ് 3-ാം വാരത്തിൽ. മൂല്യനിർണ്ണയം അവസാന ഘട്ടത്തിൽ. ക്യാമ്പ് ഏപ്രിൽ 26 വരെ. 2-ാം ഘട്ടം ഏപ്രിൽ 21 മുതൽ ആരംഭിക്കും. കഴിഞ്ഞ വർഷം ഫലം പ്രഖ്യാപിച്ചത് മെയ് 8-ന്. വിജയശതമാനം 99.69. അങ്കമാലി മുതൽ പാലിയേക്കര വരെ ഫ്ലൈ ഓവർ നിർമ്മാണം തകൃതി. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ബെന്നി ബെഹന്നാൻ MP. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ പന്നിയങ്കരയിൽ പരിസരവാസികൾക്ക് യാത്രാ ഇളവ് നൽകുന്നതിൽ കരാർ കമ്പനി ഒളിച്ചു കളിക്കുന്നതായി ആരോപണം. K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനങ്ങളും അട്ടിമറിക്കുന്നു. യേശുദേവന്റെ പീഡാനുഭവ സ്മരണകളിൽ ഭക്തി നിർഭര മനസ്സുമായി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഭക്തജനസാഗരമായി മലയാറ്റൂർ. ഭീമൻ മരക്കുരിശുകളുമായി യുവാക്കളുടെ മലക്കയറ്റം. കനകമലയിൽ തീർത്ഥാടനം നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മലമുകളിലെത്തി തോമസ് ലീഹായുടെ തിരുസ്വരൂപത്തിൽ മലയാർത്തി. വിവിധ മേഖലകളിലുള്ളവരുമായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടി. 31-ാം അധ്യായത്തിൽ അതിഥികളായി എത്തി ജില്ലയിലെ 23 അംഗനവാടി അധ്യാപകർ. കളക്ടറുമായി നിരവധി വിഷയങ്ങളിൽ സംവദിച്ച അധ്യാപക സമൂഹം. പൊതു അവധി ദിനങ്ങളിൽ അംഗനവാടികൾക്കും അവധി നൽകുമെന്ന് കളക്ടർ. സിനിമാ സെറ്റിൽ നടൻ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് മോശം പെരുമാറ്റമെന്ന നടിയുടെ പരാതിയിൽ കേസ് ഉണ്ടാകില്ലെന്ന സൂചന നൽകി പോലീസ്. ആരും പരാതി നൽകാത്തതിനെ തുടർന്നാണ് നടപടി. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ ഷൈനിനെ പോലീസ് ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഷൈൻ ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ.